ഇതേ ഞങ്ങൾ ആദ്യക്കുട്ടൻ്റെ മുടി വെട്ടാനെന്ന് കരുതിയിട്ട് ബോണിറ്റേ പോയതാണേ. പക്ഷേ അവൻ ഭയങ്കര സന്തോഷത്തോടെ അവൻ്റെ മുഖമൊക്കെ കണ്ടോ കരിയൊക്കെ വാരി തേച്ച്, കാരണം വീട്ടിൽ നിന്ന പരുവത്തിൽ പൊക്കി എടുത്തുകൊണ്ട് പോയതാണേ. ഭയങ്കര കാര്യത്തിലൊക്കെ പോയി. പക്ഷെ അവൻ ഒരു തരത്തിൽ സമ്മതിച്ചില്ല. അവസാനം ലച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ മുടി എന്നാ കട്ട് ചെയ്യാം അമ്മേ, ഇവൻ സമ്മതിക്കുന്ന ലക്ഷണമില്ലെന്ന്. അങ്ങനെയാണ് അവളുടെ മുടി അവർ വാഷ് ചെയ്യുകയാണേ. സത്യത്തിൽ നല്ല വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഈ പിള്ളേരുടെയൊക്കെ മുടി നമ്മൾ പലയിടത്ത് കൊണ്ടുപോയി കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെയൊക്കെ അപേക്ഷിച്ച് എനിക്കിവിടെ ഭയങ്കരമായിട്ട് പേഴ്സണലി ഞാൻ നല്ലൊരു എന്താ പറയുക, നല്ല അഭിപ്രായം പറയുന്ന ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടെങ്കിൽ ബോണിറ്റ് തന്നെയാണ് കേട്ടോ. തിരുവനന്തപുരത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിനാണെങ്കിലും എനിക്ക് സാരിയൊക്കെ സെറ്റ് ചെയ്ത് തന്ന ഇവരായിരുന്നേ. അപ്പം നല്ല രീതിയിൽ നല്ല സർവീസാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലാണ് അവരുടെ പെരുമാറ്റമൊക്കെ വളരെ നല്ലതായിരുന്നേ. ആദ്യക്കുട്ടന്താ അവരുടെ അടുക്കലേക്ക് ഇങ്ങനെ പോയി നിൽപ്പുണ്ടേ. ഇവനെ പിടിച്ചിട്ടിങ്ങനെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ചിട്ടൊന്നും അവൻ പോകുന്നില്ല. അവനിങ്ങനെ കറങ്ങി നടക്കുക. അതാണ്ട് ഇടയ്ക്കൊക്കെ പോയി അവരെ നോക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബയ്യ വന്നിട്ട് ഇവനെ അടുക്കലിരുത്തി ഫോണൊക്കെ കൊടുത്തിട്ട് ചിലപ്പോൾ ഇവൻ ഇരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇരുത്തി. പക്ഷെ അവൻ എന്നിട്ടും ഒരു തരത്തിലിരിക്കുന്ന ലക്ഷണമില്ല. ലച്ചുവിൻ്റെ മുടി ഒരു വിധമൊക്കെ കട്ട് ചെയ്ത് ഒരു പരുവമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുടി നന്നായിട്ട് ചീകിയൊക്കെ കൊടുക്കുക. എനിക്ക് തോന്നുന്നു. പക്ഷെ അവൾക്ക് ഭയങ്കര സന്തോഷമായി. പ്രത്യേകിച്ച് അവൾക്ക് ഈ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ ഏറ്റവും ഇഷ്ടം മുടി വെട്ടുന്നതിനേക്കാളും മുടിയൊക്കെ ഇങ്ങനെ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഉണക്കിയൊക്കെ കൊടുക്കുന്നതൊക്കെ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യത്തെ വീണ്ടും അവരുടെ അടുക്കൽ ഇങ്ങനെ പോയി. പുള്ളിക്കാരൻ ചിന്തിക്കുന്നത് ഇവനെ എങ്ങനെയെങ്കിലും ഫോണൊക്കെ കാണിച്ചിട്ട് എടുക്കാമെന്ന്. ഫൈനൽ ലുക്ക് ഇതാണേ. അവസാനം അവൾക്ക് ബട്ടർഫ്ലൈ കട്ടിങ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കി. അവൾ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു തരത്തിൽ ഇവൾ മുടി വെട്ടാൻ വേണ്ടി പോയതൊന്നും അല്ല, ആദിക്ക് വേണ്ടിയിട്ട് പോയതാണ്. ഇനി അവനെ വേറെ ഏതെങ്കിലും ഒരു ദിവസം കൊണ്ടുപോയി സെറ്റ് ചെയ്യിപ്പിക്കണം. ഷോയൊക്കെ നടത്തുന്ന കണ്ടോ.